السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. ബഹുമാനികളെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികൾക്കുള്ള ഉപമയായിക്കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മഹത്തുക്കളായ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ സംബന്ധിച്ചാണ്. ഒന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെത്, കഴിഞ്ഞ ദിവസം നാം അവരെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയാണ്. അവരുടെ പേര് വാഹില എന്നാണ്. വാഹില എന്നാണ് അവരുടെ പേര്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ നരകാവകാശിയായി തീരാനുള്ള കാരണം എന്താണെന്ന് കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കി. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ നരകാവകാശിയായി തീരാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ആരെങ്കിലും വിശ്വസിക്കാൻ വേണ്ടി വരുമ്പോൾ അവരെ തടയുമായിരുന്നു. തഖൂലു, ആ പെണ്ണ് പറയും, ഇന്നഹു മജ്നൂൻ. നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നത്, പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, അദ്ദേഹം ഒരു ഭ്രാന്തനാണ്. അവരുടെ അടുക്കലേക്ക് പോവുകയോ അവരുടെ സംസാരം നിങ്ങൾ കേൾക്കുകയോ ചെയ്യരുത്, അവർ ഒരു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തടയുമായിരുന്നു. മാത്രമല്ല, ഇനി ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചാൽ, വൈദാ ആമന ബിഹി അഹദുൻ, ആരെങ്കിലും നൂഹ് നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിശ്വസിച്ചാൽ, അഖ്ബറത് ബിഹി ജബാബിറതൻ, അവിടുത്തെ തെമ്മാടികളായ പോക്കിരികളായ ആളുകളുടെ അടുക്കൽ പോയി പറഞ്ഞു കൊടുക്കുകയും വിശ്വസിച്ചവരെ ഒരുപാട് പ്രയാസപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ലഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, തീർച്ചയായിട്ടും ഈ പെണ്ണ് ചെയ്ത പരിപാടി അന്നമീമത്തു, പരദൂഷണമായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും മറ്റുള്ളവരുടെ അടുക്കൽ പോയിക്കൊണ്ട് പല രീതിയിലുള്ളതായ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു, പരദൂഷണം ചെയ്യുന്ന പണിയായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നത് എന്ന് ചരിത്രകാരന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും വഹയി നൂഹ് നബി അലൈഹി സ്വലാമിന് കൊടുത്താൽ അത് മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് എങ്കിൽ ഈ പെണ്ണ് എങ്ങനെയെങ്കിലൊക്കെ അത് അറിഞ്ഞിട്ട് അത് സമൂഹത്തിൽ കൊണ്ടുപോയി പരസ്യപ്പെടുത്തുകയും നൂഹ് നബി അലൈഹി സ്വലാമിനെയും വിശ്വാസികളെയും പല രീതിയിലും പ്രയാസപ്പെടുത്താറുണ്ടായിരുന്നു എന്നും ചരിത്രകാരന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ പെണ്ണിനോടും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? ഖീല ദുഖുലൻ നാറ മഅദ് ദാഖിലീൻ, നിങ്ങൾ നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നതാണ്. മഹത്തുക്കളായ പ്രവാചകന്മാരുടെ ഭാര്യമാരാണ്, ശരിയാണ്. പക്ഷേ അള്ളാഹുവിൽ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ, പ്രവാചകന്മാരെ പ്രയാസപ്പെടുത്തിയതിൻ്റെ പേരിൽ, നമീമത്തുമായിട്ട് നടന്നതിൻ്റെ പേരിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് നരകമെന്ന ഭവനമാണ്. മക്കയിലെ മുശ്രിക്കുകൾക്കുള്ളതായ ഒരു മറുപടി കൂടിയാണിത്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധുക്കളായ മുശ്രിക്കുകളായ ആളുകൾ, വിശ്വാസികളല്ലാത്ത ആളുകൾക്കൊരു വാദമുണ്ടായിരുന്നു. എന്താണ്? നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും എന്ന ഒരു വാദമുണ്ടായിരുന്നു. ആ വാദത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ആരും ശഫാഅത്തുമായിട്ട് വരികയില്ല, അവരുടെ ഭവനം നരകമാണ് എന്ന സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ കൊടുക്കുകയാണ്. എന്താണ് നാം ഇതിൽ നിന്നും പഠിക്കേണ്ട ഗുണപാഠം? മഹത്തുക്കളായ പ്രവാചകന്മാരുടെ ഭാര്യമാരാണ് എന്നിട്ട് പോലും അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, ചതിയും വഞ്ചനയും പരദൂഷണവുമാണ് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നും വേദനാജനകമായ ശിക്ഷയായിരിക്കും നേരിടേണ്ടി വരിക എന്ന ഒരു ഗുണപാഠം നാം ഇതിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ. വാഖിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.